വിൻഡോസ് 10 ബിൽറ്റ് ഇൻ അക്കൗണ്ട്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ യൂസർ അക്കൗണ്ട് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ബേസിക് നോക്കിയിട്ടുണ്ട്. ഡീഫോൾട്ടായിട്ട് വിൻഡോസ് 10 കുറച്ച് അക്കൗണ്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനത്തെ അക്കൗണ്ടിന് നമ്മൾ ബിൽറ്റ് ഇൻ അക്കൗണ്ട്സ് എന്ന് പറയും. ഈ ബിൽറ്റ് ഇൻ അക്കൗണ്ടിൽ എന്തൊക്കെ അക്കൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യം നോക്കാം. വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് അവർ ഡീഫോൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ അക്കൗണ്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആരോ ഡൗണിലാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ അവർ ഈ അക്കൗണ്ടിന് ഡീഫോൾട്ടായിട്ട് ഡിസേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ അക്കൗണ്ടിന് എന്തുകൊണ്ടാണ് അവർ ഡിസേബിൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. കമ്പ്യൂട്ടറിൽ വളരെ പവർഫുള്ളായ ഒരു അക്കൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടാണ്. ഈ അക്കൗണ്ടിൽ നോർമലായിട്ട് യൂസർ ലാഗിനായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഈ അക്കൗണ്ടിനെ അവർ ഡിസേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുമ്പോൾ പുതിയതായിട്ട് ഒരു അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയും. ഇതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിന് അഡ്മിനിസ്ട്രേറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറയും. നമ്മൾ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അക്കൗണ്ടിനും ഡീഫാൾട്ടായിട്ടുള്ള ഈ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടിനും കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്യുമ്പോൾ ഒരു അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിന് bitnetz എന്ന് നെയിം തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഈ bitnetz എന്നുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് അക്കൗണ്ടിനും ഡീഫോൾട്ടായിട്ട് കമ്പ്യൂട്ടറിലുള്ള അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടിനും കുറച്ച് വ്യത്യാസമുണ്ട്. കമ്പ്യൂട്ടറിൽ ഡീഫോൾട്ടായിട്ടുള്ള ഈ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് വളരെ പവർഫുള്ളായ ഒരു അക്കൗണ്ടാണ്. ഈ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടിൽ നിങ്ങൾ ലാഗിൻ ആയാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അക്കൗണ്ട്സിനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റേഴ്സിനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യമേ ഈ കമ്പ്യൂട്ടറിൽ 2-3 അഡ്മിനിസ്ട്രേറ്റേഴ്സ് അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അക്കൗണ്ടിനൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അക്കൗണ്ടിന് ഡീഫോൾട്ടായിട്ട് കമ്പ്യൂട്ടറിലുള്ള ഈ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടിന് യാതൊരു വിധത്തിലും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിലുള്ള ഒരു പവർഫുള്ളായ ഒരു അക്കൗണ്ടാണ്. ഇതിൻ്റെ താഴെ ഗസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടുണ്ട്. ഈ അക്കൗണ്ടും അവർ ഡീഫോൾട്ടായിട്ട് ഡിസേബിൾ ചെയ്തിട്ടുണ്ടാവും. ഓൾഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഈ ഗസ്റ്റ് അക്കൗണ്ടിനെ നമ്മൾ യൂസ് ചെയ്യും. ഈ ഗസ്റ്റ് അക്കൗണ്ട് ഓൾഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും വന്നിട്ട് കമ്പ്യൂട്ടറിൽ കുറച്ച് മെയിൽ നോക്കണം, കുറച്ച് ഗെയിം കളിക്കണം എന്ന് ചോദിച്ചാൽ ഈ ഗസ്റ്റ് അക്കൗണ്ടിനെ നമ്മൾ എനേബിൾ ചെയ്തിട്ട് ഈ ഗസ്റ്റ് അക്കൗണ്ടിൽ ആ യൂസറിനെ വർക്ക് ചെയ്യാൻ നമ്മൾ അലോ ചെയ്യും. ഈ ഗസ്റ്റ് അക്കൗണ്ടിലുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്തെന്നാൽ ഈ ഗസ്റ്റ് അക്കൗണ്ടിൽ ഒരു യൂസർ ലാഗിൻ ആയി കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ യാതൊരു സെറ്റിങ്ങും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഗസ്റ്റ് അക്കൗണ്ടിൽ ഒരു യൂസർ ലാഗിൻ ആയാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വല്ല പ്രോബ്ലം വരുമോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ വിൻഡോസ് 10 ഈ ഗസ്റ്റ് അക്കൗണ്ടിനെ യൂസ് ചെയ്യാറില്ല. കാരണം ഓൾഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും കുറേ വ്യത്യാസമുണ്ട്. ലേറ്റസ്റ്റ് വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ലേറ്റസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഈ ഗസ്റ്റ് അക്കൗണ്ടിനെ എനേബിൾ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് യൂസർ ലാഗിനായിട്ട് വർക്ക് ചെയ്താൽ കുറേ പ്രശ്നം വരും. അതുകൊണ്ട് വിൻഡോസ് 10 നമ്മൾ ഗസ്റ്റ് അക്കൗണ്ടിനെ എനേബിൾ ചെയ്യാറില്ല. കമ്പ്യൂട്ടറിൽ ഇനിയും ഒരു അക്കൗണ്ട് ഉണ്ട്, അതിന് ഡീഫോൾട്ട് അക്കൗണ്ട് എന്ന് പറയും. ഇത് സിസ്റ്റത്തിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. ഈ അക്കൗണ്ടിൽ നോർമലായിട്ട് യൂസർ ലാഗിനായിട്ട് വർക്ക് ചെയ്യില്ല. അതേപോലെ കമ്പ്യൂട്ടറിൽ ഡിഫൻഡർ ആപ്ലിക്കേഷൻ, അതായത് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ റണ്ണാവും. അതിനുവേണ്ടി അവർ ഒരു അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടിന് അവർ ഡീഫോൾട്ടായിട്ട് ഡിസേബിൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ കമ്പ്യൂട്ടറിൽ സേഫ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡ് ഉണ്ടാവും. ആ മോഡിൻ്റെ അകത്ത് ലാഗിനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഈ സേഫ് മോഡിൻ്റെ അകത്ത് നിങ്ങൾ ലാഗിൻ ആകുമ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടിൽ ലാഗിനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പ്രൊഫഷണൽ കമ്പ്യൂട്ടറിലൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ അക്കൗണ്ടിനെ എനേബിൾ ചെയ്തിട്ട് ഈ അക്കൗണ്ടിൽ ലാഗിനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ വർക്ക് ചെയ്യണത് അത്ര നല്ലതല്ല. കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലിൽ നോക്കാം. നമ്മളുടെ കമ്പ്യൂട്ടറിൽ bitnetz എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റേഴ്സ് അക്കൗണ്ട് ഉണ്ട്, ഡീഫോൾട്ടായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടും ഉണ്ട്. ഈ രണ്ടിനും എന്താണ് വ്യത്യാസം എന്നുള്ള കാര്യം നോക്കാം. നമ്മളിപ്പോൾ ഒരു വിൻഡോസ് 10 പ്രൊഫഷണൽ കമ്പ്യൂട്ടറിൽ bitnetz അഡ്മിനിസ്ട്രേറ്റേഴ്സ് അക്കൗണ്ടിൽ ലാഗിൻ ആവുന്നുണ്ട്. ഹോം കമ്പ്യൂട്ടറിനും പ്രൊഫഷണൽ കമ്പ്യൂട്ടറിനും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പാസ്വേഡിനെ ടൈപ്പ് ചെയ്തിട്ട്
അഡ്മിനിസ്ട്രേറ്റേഴ്സ് അക്കൗണ്ടിൽ ലാഗിൻ ആവുന്നുണ്ട്. ഇവിടെ നമ്മൾ സെർച്ചിൽ കൺട്രോൾ എന്ന് ടൈപ്പ് ചെയ്തിട്ട് കൺട്രോൾ പാനലിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. സിസ്റ്റം ബന്ധപ്പെട്ട വർക്കൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ പാനലിലാണ് ചെയ്യുക. കൺട്രോൾ പാനലിൽ സിസ്റ്റം എന്നുണ്ട്. ഈ സിസ്റ്റത്തിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അഡ്വാൻസ്ഡ് സെറ്റിങ്ങിന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതുപോലെ കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വല്ല ചേഞ്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസർ അക്കൗണ്ട് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ഈ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും. നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ പവറിൽ തന്നെയാണ് ലാഗിൻ ആയിട്ടുള്ളത്. ഈ പവറിൽ ലാഗിൻ ആയാൽ പോലും നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് ഈ ആപ്ലിക്കേഷനെ റൺ ചെയ്യാവോ എന്ന് നിങ്ങളുടെ അടുത്ത് പെർമിഷൻ ചോദിക്കും. ഈ ബോക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്, അതിന് അലോ ചെയ്യാവോ എന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നമ്മൾ യെസ്സിനെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സിസ്റ്റം സെറ്റിംഗ് ഓപ്പൺ ആവുള്ളൂ. ഇത് തന്നെ നമ്മൾ ഡീഫോൾട്ടായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടിൽ ലാഗിൻ ആയിട്ട് ഈ സിസ്റ്റത്തിനെ ഓപ്പൺ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നോക്കാം. അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടിനെ നിങ്ങൾ എനേബിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിന് ഓപ്പൺ ചെയ്യുക. ഇവിടെ യെസ്സിനെ ക്ലിക്ക് ചെയ്തിട്ട് ഈ കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റിൽ യൂസർ എന്നുണ്ട്. ഈ യൂസറിനെ സെലക്ട് ചെയ്താൽ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് നമുക്ക് ഡീഫോൾട്ടായിട്ട് ഡിസേബിളാണ് ഉണ്ടാവുക. ഈ അക്കൗണ്ടിനെ എനേബിൾ ചെയ്യുന്നതിന് മുമ്പ് ഈ അക്കൗണ്ടിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ അക്കൗണ്ടിന് നമ്മൾ പുതിയതായിട്ട് ഒരു പാസ്വേഡിനെ സെറ്റ് ചെയ്യണം. സെറ്റ് പാസ്വേഡ് എന്നുള്ളതിനെ സെലക്ട് ചെയ്തിട്ട് പാസ്വേഡിനെ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീനെ ഓപ്പൺ ചെയ്താൽ നമുക്കിവിടെ അക്കൗണ്ട് ഈസ് ഡിസേബിൾഡ് എന്നുണ്ട്. ഈ ടിക്കിനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഓക്കേനെ ക്ലിക്ക് ചെയ്താൽ ഈ അക്കൗണ്ട് എനേബിൾ ആയി കളയും. ഇപ്പോൾ നമ്മൾ ഓക്കേനെ ക്ലിക്ക് ചെയ്തിട്ട് നോക്കിയാൽ നമുക്ക് ഡൗൺ ആരോ കാണിക്കില്ല, അക്കൗണ്ട് എനേബിൾ ആയി കഴിഞ്ഞു. നമ്മൾ ഈ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടിൽ ലാഗിൻ ആയിട്ട് വർക്ക് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ടിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് സ്വിച്ച് യൂസറിൽ അഡ്മിനിസ്ട്രേറ്ററുടെ അക്കൗണ്ടിൻ്റെ അകത്ത് നമ്മൾ ലാഗിൻ ആവാൻ പോകുന്നുണ്ട്. ഈ അക്കൗണ്ടിനെ എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് കാണിക്കുള്ളൂ. നമ്മൾ അകത്ത് എനേബിൾ ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പാസ്വേഡിനെ ടൈപ്പ് ചെയ്തിട്ട് അകത്ത് ലാഗിൻ ആവണം. പാസ്വേഡിനെ ടൈപ്പ് ചെയ്തിട്ട് അകത്ത് ലാഗിൻ ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൺട്രോൾ പാനലിനെ ഓപ്പൺ ചെയ്തിട്ട് അതിൽ സ്മോൾ ഐക്കണിൽ സിസ്റ്റത്തിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിങ്ങിനെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് യൂസർ ആക്സസ് കൺട്രോൾ ബോക്സ് ഓപ്പൺ ആവില്ല, ഡയറക്റ്റായിട്ട് സിസ്റ്റം സെറ്റിങ്സ് ഓപ്പൺ ആവും. ഡീഫോൾട്ട് അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടിൽ നിങ്ങൾ ലാഗിൻ ആയിട്ട് എന്ത് ചേഞ്ചസ് ചെയ്താലും ആ ചേഞ്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്ലൈ ആവും. നിങ്ങൾക്ക് ഈ ചേഞ്ച് ചെയ്യാവോ എന്ന് ചോദിക്കില്ല. കമ്പ്യൂട്ടറിൽ ഡീഫോൾട്ടായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് അക്കൗണ്ടിൽ നിങ്ങൾ ലാഗിൻ ആയാൽ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്ററുടെ ഫുൾ പവറിലാണ് ലാഗിൻ ആവുന്നത്. ഇതുപോലെ ഫുൾ പവറിൽ ലാഗിൻ ആവുന്നത് കൊണ്ട് നിങ്ങൾ കൺട്രോൾ പാനലിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്ത് ചേഞ്ച് ചെയ്താലും ഈ ചേഞ്ച് ചെയ്യാവോ എന്ന് നിങ്ങളുടെ അടുത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചോദിക്കില്ല. നിങ്ങൾ ചെയ്യുന്ന ആ ചേഞ്ചിന് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ലൈ ചെയ്തളയും. ഇതുപോലെ സംഭവിക്കുന്നതുകൊണ്ട് എന്താണ് പ്രോബ്ലം എന്ന് നോക്കുക. നിങ്ങൾ മെയിലിനെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആ അറ്റാച്ച്മെൻറ്റിൻ്റെ അകത്ത് വൈറസ് ഉണ്ടെങ്കിൽ ആ വൈറസ് പ്രോഗ്രാം നിങ്ങളുടെ അടുത്ത് ഈ പ്രോഗ്രാമിനെ റൺ ചെയ്യട്ടെ എന്ന് ചോദ്യമൊന്നും ചോദിക്കില്ല. നിങ്ങൾ അറ്റാച്ച്മെൻറ്റിനെ ക്ലിക്ക് ചെയ്തതും ആ വൈറസ് പ്രോഗ്രാം ഓട്ടോമാറ്റിക്കായിട്ട് റണ്ണാവും. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വൈറസ് വന്നളയും. പക്ഷേ നമ്മൾ ബിറ്റ്നെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റേഴ്സ് അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ ലാഗിൻ ആയാൽ നിങ്ങൾക്ക് ഇതുപോലെ ഫുൾ പവറിൽ കമ്പ്യൂട്ടറുടെ അകത്ത് ലാഗിൻ ആവില്ല. നോർമൽ യൂസർ പവറിലാണ് കമ്പ്യൂട്ടറുടെ അകത്ത് നിങ്ങൾ ലാഗിൻ ആവുക. ഈ ബിറ്റ്നെറ്റ്സ് എന്നുള്ള യൂസറിന് അഡ്മിനിസ്ട്രേറ്റേഴ്സ് പവർ ഉണ്ട്. അതുപോലെ പവർ ഉണ്ടെങ്കിലും നിങ്ങൾ ലാഗിൻ ആവുമ്പോൾ നോർമൽ യൂസർ, അതായത് സ്റ്റാൻഡേർഡ് യൂസർ പവറിൽ മാത്രമേ നിങ്ങൾ കമ്പ്യൂട്ടറുടെ അകത്ത് ലാഗിൻ ആവുള്ളൂ. ഈ അക്കൗണ്ടിൽ നിങ്ങൾ ലാഗിൻ ആയിട്ട് കൺട്രോൾ പാനലിൽ ഒരു സെറ്റിങ്ങിനെ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ സിസ്റ്റം ബന്ധപ്പെട്ട ഒരു വർക്കാണ് ചെയ്യാൻ പോകുന്നത്. ഈ വർക്കിനെ അലൗ ചെയ്യാവോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് യൂസർ ആക്സസ് കൺട്രോൾ ബോക്സ് ഓപ്പൺ ആവും. ഒരു എക്സാമ്പിളിന് നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റിനെ അഡ്മിനിസ്ട്രേറ്റർ പവറിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് അലൗ ചെയ്യട്ടെ എന്ന് ചോദിക്കും. നിങ്ങൾ നോർമൽ യൂസർ അക്കൗണ്ടിലാണ് ലാഗിൻ ആയിട്ടുള്ളത്, പക്ഷേ അഡ്മിനിസ്ട്രേറ്റർ പവറിലാണ് കമാൻഡ് പ്രോംപ്റ്റിനെ ഓപ്പൺ ചെയ്യുന്നത്. ഇതുപോലെ യൂസർ ആക്സസ് കൺട്രോളിൽ നിങ്ങൾ യെസ്സിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടിയിട്ട്
നിങ്ങളുടെ നോർമൽ യൂസർ അക്കൗണ്ടിനെ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടായിട്ട് ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു കമാൻഡ് പ്രോംപ്റ്റിനെ മാത്രം അഡ്മിനിസ്ട്രേറ്റർ പവറിൽ റൺ ചെയ്യും. നിങ്ങൾ നോർമൽ യൂസർ അക്കൗണ്ടിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കമാൻഡ് പ്രോംപ്റ്റിനെ റൺ ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റർ പവർ തരുന്നുണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്റർ പവറിൽ ഓപ്പൺ ചെയ്ത ഈ കമാൻഡ് പ്രോംപ്റ്റിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ കമാൻഡ് പ്രോംപ്റ്റിനെ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ക്ലോസ് ചെയ്താൽ ഈ അഡ്മിനിസ്ട്രേറ്റർ പവറിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയും. നിങ്ങൾ ഇപ്പോൾ നോർമൽ യൂസർ അക്കൗണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. സിസ്റ്റം ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വർക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരേ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റർ പവർ തന്നിട്ട് ആ ഒരു വർക്കിനെ മാത്രം അഡ്മിനിസ്ട്രേറ്റർ പവറിൽ റൺ ചെയ്യും. ആ വർക്കിനെ ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്താൽ നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ പവറിനെ ക്യാൻസൽ ചെയ്ത് കളയും. ഈ അക്കൗണ്ടിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം, നിങ്ങൾ എപ്പോഴും കമ്പ്യൂട്ടറിൽ നോർമൽ യൂസർ പവറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെയുള്ളത് കൊണ്ട് ഒരു വലിയ അഡ്വാൻറ്റേജ് എന്തെന്നാൽ ഇപ്പോൾ നിങ്ങൾ മെയിലിനെ ഓപ്പൺ ചെയ്തിട്ട് ആ മെയിലിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതുപോലെ മെയിലിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റിനെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വല്ല പ്രോഗ്രാം ഉണ്ടെങ്കിൽ, അതായത് EXE ഫയലൊക്കെ ഉണ്ടെങ്കിൽ ആ ഫയലിനെ റൺ ചെയ്യട്ടെ എന്ന് നിങ്ങൾക്ക് യൂസർ ആക്സസ് കൺട്രോൾ ബോക്സ് ചോദിക്കും. ഇതുപോലെ UAC ബോക്സ് കാണിച്ചാൽ നിങ്ങൾക്ക് അറിയും മെയിലിൻ്റെ കൂടെ വന്നിട്ടുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെ അകത്ത് ഏതോ ഒരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ചേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതുപോലെ മെയിൽ അറ്റാച്ച്മെൻറ്റിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് UAC ബോക്സ് ഓപ്പൺ ആയാൽ അതിൻ്റെ അകത്ത് ഉള്ള പ്രോഗ്രാമിനെ നമ്മൾ റൺ ചെയ്യാൻ അലൗ ചെയ്യില്ല. നിങ്ങൾ ഇവിടെ UACയിൽ യെസ്സിനെ ക്ലിക്ക് ചെയ്യില്ല, അതിൻ്റെ പകരം നോ ആണ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ നോ ക്ലിക്ക് ചെയ്യണത് കൊണ്ട് മെയിലിൻ്റെ കൂടെ വന്നിട്ടുള്ള അറ്റാച്ച്മെൻറ്റിൽ വൈറസ് വല്ലതും ഉണ്ടെങ്കിൽ പോലും അത് നിങ്ങളുടെ കമ്പ്യൂട്ടറിന് എഫക്റ്റ് ചെയ്യില്ല. ഇപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വൈറസ് എഫക്റ്റ് ആവില്ല. ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സേഫാണ്. ഈ bitnetz അക്കൗണ്ടിൽ നിങ്ങൾ ലാഗിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിളിന് വേർഡ് പാഡിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് യൂസർ ആക്സസ് കൺട്രോൾ ബോക്സ് ഓപ്പൺ ആയിട്ട് പെർമിഷൻ ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ വേർഡ് പാഡിലാണ് വർക്ക് ചെയ്യണത്. വേർഡ് പാഡിൽ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ യൂസർ ആക്സസ് കൺട്രോൾ ബോക്സ് ഓപ്പൺ ആയിട്ട് നിങ്ങളടുത്ത് പെർമിഷൻ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഈ ബോക്സ് ഓപ്പൺ ആവുന്നത്, എന്ത് പ്രോഗ്രാമാണ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് പെർമിഷൻ ചോദിക്കുന്നത് എന്നുള്ള കാര്യത്തിനെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ നോ ആണ് ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങൾക്ക് അറിയാതെ, നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബന്ധപ്പെട്ട യാതൊരു ആപ്ലിക്കേഷനും റൺ ആവില്ല. ഈ യൂസർ ആക്സസ് കൺട്രോൾ ബോക്സ് ഓപ്പൺ ആകുമ്പോൾ ആ ബോക്സിൻ്റെ അകത്ത് എന്ത് പ്രോഗ്രാമാണ് റണ്ണാവാൻ പോകുന്നത്, ആ പ്രോഗ്രാമിനെ ആരാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഇൻഫർമേഷനൊക്കെ കാണിക്കും. നിങ്ങൾ യൂസർ ആക്സസ് കൺട്രോൾ ബോക്സിൽ എപ്പോഴും യെസ്സിനെ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ ഇൻഫർമേഷനൊക്കെ വായിച്ച് നോക്കിയിട്ട് വേണം യെസ്സിനെ ക്ലിക്ക് ചെയ്യാൻ. നിങ്ങൾക്ക് അറിയാതെ ഒരു ആപ്ലിക്കേഷൻ്റെ നെയിം, അറിയാതെ ഒരു കമ്പനിക്കാരാണ് അതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ യെസ്സിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യാൻ പാടില്ല, കുറച്ച് ആലോചിച്ചിട്ട് വേണം ക്ലിക്ക് ചെയ്യാൻ. നോർമലായിട്ട് നമ്മൾ നോർമൽ വർക്ക് ചെയ്യുമ്പോൾ ആവശ്യമില്ലാതെ ഇതുപോലെ പെർമിഷനൊക്കെ ചോദിച്ചാൽ തീർച്ചയായും നമ്മൾ നോ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് സേഫായിട്ട് വർക്ക് ചെയ്യണം. ഇതിനേക്കാളും നമ്മൾ കൂടുതൽ സേഫായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അക്കൗണ്ടിലും നമ്മൾ ലാഗിനായിട്ട് കമ്പ്യൂട്ടറുടെ അകത്ത് വർക്ക് ചെയ്യാൻ പാടില്ല. അതിൻ്റെ പകരം കമ്പ്യൂട്ടറിൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് യൂസർ അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്യും. അതായത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് അക്കൗണ്ടിലും നമ്മൾ ലാഗിനായിട്ട് നോർമലായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. ഒരു സ്റ്റാൻഡേർഡ് യൂസറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്റ്റാൻഡേർഡ് യൂസറിൽ ലാഗിനായിട്ട് നമ്മൾ വർക്ക് ചെയ്യും. ഇതുപോലെ സ്റ്റാൻഡേർഡ് അക്കൗണ്ടിൽ ലാഗിനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്താൽ ഇനിയും കൂടുതൽ സേഫ്റ്റി ഉണ്ടാവും. ഈ സ്റ്റാൻഡേർഡ് യൂസർ അക്കൗണ്ടിൽ ലാഗിനായിട്ട് വർക്ക് ചെയ്യുന്നതിനും അഡ്മിനിസ്ട്രേറ്റേഴ്സ് അക്കൗണ്ടിൽ ലാഗിനായിട്ട് വർക്ക് ചെയ്യുന്നതിനും എന്താണ് വ്യത്യാസമുള്ളത് എന്നുള്ള കാര്യം നോക്കാം. ഈ സ്റ്റാൻഡേർഡ് യൂസർ അക്കൗണ്ടിൽ ലാഗിനായിട്ട് അഡ്മിനിസ്ട്രേറ്റർ ബന്ധപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബന്ധപ്പെട്ട യാതൊരു വർക്ക് നിങ്ങൾ ചെയ്യണം എന്ന് കരുതിയാലും നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്ററുടെ പാസ്വേഡിനെ ടൈപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് ചോദിക്കും. ഈ ബോക്സിൽ നിങ്ങൾ പാസ്വേഡ് ടൈപ്പ് ചെയ്താൽ നിങ്ങൾ എന്ത് ആപ്ലിക്കേഷനെ റൺ ചെയ്യാൻ പോകുന്നുവോ ആ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടി മാത്രം അഡ്മിനിസ്ട്രേറ്റർ പവറിനെ യൂസ് ചെയ്തിട്ട് റൺ ചെയ്യും. ആ ആപ്ലിക്കേഷനെ ക്ലോസ് ചെയ്താൽ നിങ്ങളുടെ ആ
പാസ്വേഡിന് ക്ലോസ് ചെയ്തളയും. അതായത് അഡ്മിനിസ്ട്രേറ്റർ പവറിന് ക്ലോസ് ചെയ്തളയും. ഒരു എക്സാമ്പിളിന് കമാൻഡ് പ്രോംപ്റ്റിന് നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ പവറിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പാസ്വേഡ് ചോദിക്കും. അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് നിങ്ങൾക്കറിയാം, അതിന് ടൈപ്പ് ചെയ്തതും ആ കമാൻഡ് പ്രോംപ്റ്റ് റണ്ണാവും. കമാൻഡ് പ്രോംപ്റ്റിൽ വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അഡ്മിനിസ്ട്രേറ്റർ പവറിൽ ഓപ്പൺ ചെയ്ത ആ കമാൻഡ് പ്രോംപ്റ്റിന് ക്ലോസ് ചെയ്തതും നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ പവറിന് ടോട്ടലായിട്ട് ക്ലോസ് ചെയ്തളയും. അതായത് നിങ്ങൾ ടൈപ്പ് ചെയ്ത പാസ്വേഡ് ആ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ യൂസർ അക്കൗണ്ടിനെ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.